ഒരു ബുക്ക് അത് നിങ്ങളുടെ ജീവിതത്തെ ഇത്രയധികം മാറ്റിമറിക്കാനായിട്ട് സാധിക്കുമോ? അങ്ങനെ ഒരു ബുക്ക് എന്നോട് പറയാൻ പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ബുക്കുകളിൽ ഒന്നിൻ്റെ പേരായിരിക്കും പറയുക, ദ സൈക്കോളജി ഓഫ് മണി ബൈ മോർഗൻ ഹൗസിൽ. മോർഗൻ ഹൗസിൽ എന്ന് പറഞ്ഞ എഴുത്താനും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ബുക്ക് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് സൈക്കോളജി ഓഫ് മണീനെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന രണ്ടാമത്തെ വീഡിയോ ആയിരുന്നു. ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളോട് പറഞ്ഞാൽ ഇതിനൊരു സെക്കൻഡ് പാർട്ടും ഉണ്ടാവുള്ളൂ. ആ ബുക്കിൽ അടങ്ങിയിട്ടുള്ള ബാക്കി രഹസ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. 4 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ ഗൈസ്, വെൽക്കം ടു ഹൗസ് ഓഫ് ട്രേഡിംഗ്. നമ്മൾ ജീവിതത്തിൽ പലതരത്തിലുള്ള ആൾക്കാരെ കാണാറുണ്ടല്ലേ. ചിലർ പെട്ടെന്ന് സമ്പത്തിലേക്ക് പോകുന്ന ആൾക്കാരും അവരുടെ പണം ഒരുപാട് മൾട്ടിപ്പിൾ ടൈംസ് വളർത്താൻ സാധിക്കുന്ന ആൾക്കാരെ നമ്മൾ നമ്മുടെ ലൈഫിൽ കണ്ടിട്ടുണ്ട്. എന്താണ് ചിലർക്ക് മാത്രം ഇത് സാധിക്കുന്നത്, ബാക്കി ഭൂരിപക്ഷം ആൾക്കാർക്കും എന്തുകൊണ്ട് ഇത് കഴിയുന്നില്ല? ഇതിൻ്റെയൊക്കെ ഒരു പൊരുളായിട്ട് ഒരു ഉത്തരം എന്ന രീതിയിലാണ് സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന ബുക്ക് നമ്മളുടെ മുമ്പിൽ എഴുതി മോർഗൻ ഹൗസിൽ തന്നിരിക്കുന്നത്. നിങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ബുക്കായിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഒരു ഹൈലി റെക്കമെൻഡബിൾ ഓപ്ഷനായിട്ട് തരികയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 5 പ്രധാന പോയിന്റുകളാണ് നോക്കിയത് സൈക്കോളജി ഓഫ് മണിയിൽ നിന്ന്. അതിന്റെ ബാലൻസ് ഉള്ള 4 പോയിന്റുകൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം, എന്താണ് റിച്ച് ആയിട്ടിരിക്കുക, എന്താണ് വെൽത്തി ആയിട്ടിരിക്കുക, ഇത് തമ്മിലുള്ള ഡിഫറൻസ്? റിച്ച് ആയിരിക്കുന്ന ആൾക്കാരെല്ലാം വെൽത്തി ആണോ? ഒരിക്കലും അല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ജോൺ എന്ന് പറയുന്ന വ്യക്തി ഏകദേശം 5 ലക്ഷം രൂപ സാലറി ഉണ്ടെന്ന് കരുതുക. ആളുടെ EMI, ഹൗസ് ലോണുകൾ, ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ, അങ്ങനെ ആവുന്ന എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് ഏകദേശം ചെലവുകൾ മാത്രം 4,70,000 രൂപയ്ക്ക് അടുത്തേക്ക് വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആള് റിച്ച് ആണ്. ആൾക്ക് സേവ് ചെയ്ത് പിടിക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നത് ഓൾമോസ്റ്റ് 30,000 റുപ്പീസ് ആയിരുന്നു. മറിച്ച് സാറ ഒരു സാധാരണ ഫാമിലിയിൽ ജീവിക്കുന്നു, വളരെ ഹാപ്പി ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. 80,000 റുപ്പീസ് മാത്രമേ സാലറി ഉള്ളൂ. പക്ഷെ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്തതിന് ശേഷവും സാറയ്ക്ക് 50,000 റുപ്പീസിന് അടുത്ത് സേവ് ചെയ്ത് പിടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾ പറയൂ, ഇതിനകത്ത് ആരായിരിക്കും കൂടുതൽ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുന്നത്? ആരാണ് വെൽത്തി? സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പാഠമുണ്ട്. വെൽത്തിയർ ഈസ് നോട്ട് റിച്ചർ. സാറ 50,000 രൂപ സേവ് ചെയ്ത് പിടിക്കാനായിട്ട് സാറയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സാറയാണ് ഇവിടെ വെൽത്തിയർ പേഴ്സൺ. ജോണിന്റെ സ്ട്രെസ് ലെവലും വർക്ക് പ്രഷറും എല്ലാം ഹൈ ആയിരിക്കും, ബിക്കോസ് ഹീസ് റിച്ച്, നോട്ട് വെൽത്തി. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു 2 പേരുടെയും ഡിഫറൻസ് വെച്ചിട്ട് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാനായിട്ടുള്ളത് എംബ്രേസ് ഇനഫ് മൈൻഡ് സെറ്റ് എന്നുള്ളതാണ്. എന്താണ് ഇനഫ് മൈൻഡ് സെറ്റ്? എനിക്ക് ഇത്രയും മതി. ഈ കാലഘട്ടത്തിൽ ഹിറ്റായിട്ടുള്ളൊരു പടമാണ് ലക്കി ഭാസ്കർ. ഒട്ടുമിക്ക എല്ലാവരും കണ്ടു കാണുമെന്ന് തോന്നുന്നു. നമ്മൾ എക്സ്പെഷ്യലി സ്റ്റോക്ക് മാർക്കറ്റ് പോലത്തെ ഒരു മേഖലയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കാൻ നേരം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പടം വരാൻ നേരം നമ്മൾ എന്തായാലും പോയി കാണത്തില്ലേ? അതിനകത്ത് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നായകന് അച്ഛൻ കഥാപാത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. നമ്മൾ എത്ര ഉണ്ടാക്കി എന്നുള്ളതല്ല, എവിടെ നിർത്താൻ തീരുമാനിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. സിനിമ കണ്ടവർക്ക് വളരെ ഈസിലി റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും ജീവിതത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് അത് എവിടെയാണ് വേണ്ടതെന്ന് നിങ്ങൾ ഉചിതമായിട്ടുള്ള സമയത്ത് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നോക്കുക. ഒരു മില്യണിയർ ആകുന്ന ഒരാൾ അതിലും കഷ്ടപ്പെട്ട് ഒരു ബില്യണിയറിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നു. അത് നല്ല ഹാർഡ് വർക്കും അത്രമേൽ സ്ട്രെസ്സും ഉള്ള ഒരു കാര്യമാണ്. നേരെ തിരിച്ച് ഒരു ബില്യണിയർ ആയിരിക്കുന്ന ആൾക്കാർ അവരുടെ വെൽത്തും കാര്യങ്ങളും ഒക്കെ ഡൊണേറ്റ് ചെയ്തതിന് ശേഷം ഒരു സാധാരണ ജീവിതം നയിക്കുന്നു. ഈ 2 ആൾക്കാരുടെ മൈൻഡ് സെറ്റിലുള്ളൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? ചിലർ എവിടെ നിർത്തണമെന്ന് അവർക്കറിയാം. ചില ആൾക്കാർ അവിടെ നിന്ന് വീണ്ടും റിസ്ക് എടുക്കാനായിട്ട് പോകും. ചിലപ്പോൾ റിസ്ക് എടുക്കുന്ന അവർക്ക് ജീവിതത്തിൽ വിജയങ്ങൾ നൽകുമായിരിക്കാം. പക്ഷെ ഭൂരിപക്ഷം ആൾക്കാരെ നമ്മൾ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? അവര് ഹൈറ്റ്സിലേക്ക് പോകും തോറും വീഴ്ചയുടെ ആഘാതം കൂടും, അല്ലെ? ഇതാണ് ഈ ബുക്ക് നമുക്ക് പറഞ്ഞു തരുന്നത്. മൂന്നാമതായിട്ട് പറയുന്ന കാര്യം, എവ്രിവൺ ഹാസ് എ യൂണിക് മണി പെർസ്പെക്റ്റീവ് എന്നുള്ളതാണ്. എന്താണ് യൂണിക് മണി പെർസ്പെക്റ്റീവ്? എൻ്റെ ചിന്താഗതി ആയിരിക്കത്തില്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഉള്ളത്. നമ്മളിപ്പോൾ
എത്ര പേരാണോ കാണുന്നത് അവർക്ക് എല്ലാവർക്കും ഒരു ഡിഫറെന്റ് മൈൻഡ് സെറ്റ് ആയിരിക്കത്തില്ല ഉണ്ടാകുന്നത്. ഞാൻ വളർന്നു വരുന്ന സാഹചര്യത്തിലായിരിക്കത്തില്ല നിങ്ങൾ വളർന്നു വന്നിരിക്കുന്നത്. എന്റെ ഫിനാൻഷ്യൽ ടേംസ് ആയിരിക്കത്തില്ല ഒരിക്കലും നിങ്ങളുടെ ഫിനാൻഷ്യൽ ടേംസ്. എന്റെ റിസ്ക് ആയിരിക്കത്തില്ല നിങ്ങൾ എടുക്കേണ്ട റിസ്ക്. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ആരെ വേണേലും നമ്മളെ ചുറ്റിനുള്ളത് എടുത്തോളൂ. നമ്മളുടെ ഫിനാൻഷ്യൽ ടേംസ് എപ്പോഴും മാറിയിരിക്കും. സോ ഇതിനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് സൈക്കോളജി ഓഫ് മണി പറഞ്ഞു തരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, ആരിൽ നിന്ന് കാര്യങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ യുണീക് മൈൻഡ് സെറ്റുമായിട്ട് ഏകദേശം സിമിലർ ആയിട്ട് വരുന്ന ആൾക്കാരിൽ നിന്നുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കാനാണ് പറയുന്നത്. റിസഷന്റെ കാലത്താണ് ഒരാൾ വളർന്നു വന്നെങ്കിൽ ആൾ കുറെ കൂടെ ഒരു സേവിങ് മെന്റാലിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. കാര്യം ആ ഒരു റിസഷൻ ഫേസ് ഒക്കെ കണ്ട് പൈസയുടെ ഷോർട്ടേജ് ഒക്കെ നല്ല രീതിയിൽ അറിഞ്ഞു വന്ന ഒരാളായിരിക്കും. നേരെ തിരിച്ച് ഒരു ബുൾറണിന്റെ സമയത്താണ് ഒരാൾ വളർന്നു വന്നെങ്കിൽ അയാൾ കയ്യിലിരിക്കുന്ന കാശ് കുറെ കൂടെ സ്പെൻഡ് ചെയ്ത് റിസ്ക് എടുക്കാനായിട്ട് നോക്കും. കാര്യം ഇത് രണ്ട് പെർസ്പെക്റ്റീവാണ്. സ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാദറിനും സേവ് ചെയ്യുന്ന ഒരു ഫാദറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്തായിരിക്കും? ആ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചിന്തിച്ചാൽ കുറെ കൂടെ മനസ്സിലാകുമെന്ന് കരുതുന്നു. നാലാമതായിട്ട് പറഞ്ഞു തരുന്ന കാര്യം അത് പ്ലാൻ ഫോർ അൺസർട്ടനിറ്റി എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ജീവിതത്തിൽ പണത്തിന്റെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഏത് സാഹചര്യത്തിലാണ് നമുക്കൊരു യൂ ടേൺ എടുക്കേണ്ടി വരിക എന്ന് നമുക്ക് അറിയത്തില്ല. നമ്മളുടെ ജീവിതം തിരിച്ച് വലിച്ചെറിഞ്ഞാലും ഒരു സേഫ്റ്റി നെറ്റ് പോലെ ചെന്ന് വീഴാനായിട്ടുള്ള ഒരു കുഷ്യൻ പോലെ നമ്മൾക്ക് പരുക്കുകളൊന്നും പറ്റാതെ തിരിച്ച് കയറി വരാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി വെക്കുന്നതാണ് പ്ലാൻ ഫോർ അൺസർട്ടനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എമർജൻസി ഫണ്ട് എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ? എന്താണ് എമർജൻസി ഫണ്ട്? നമ്മളുടെ ജീവിത ചെലവിന്റെ 6 മാസത്തെ കരുതൽ നമ്മൾ മുൻകൂറായിട്ട് കരുതി വെച്ചിരിക്കുന്നതിനാണ് എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ എത്ര പേർക്ക് എമർജൻസി ഫണ്ട് ഉണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എമർജൻസി ഫണ്ട് ഉള്ള ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യുക. കാര്യം ആ കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ കോൺഫിഡൻസ് ലെവല് എപ്പോഴും ഭയങ്കര ഹൈയിലായിരിക്കും. കാര്യം അവർ ഓൾറെഡി വെൽത്തിയാണ്. ഇനി അവർക്ക് ഹയർ ലെവലിലോട്ട് പോയാൽ മാത്രം മതി. ഓൾറെഡി അവരൊരു സേഫ്റ്റി നെറ്റ് അവരുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു എമർജൻസി ഫണ്ട് അവർക്ക് എന്തായാലും കയ്യിലുള്ളത് കൊണ്ട് അവർക്ക് പേടിക്കാതെ കോൺഫിഡൻ്റ്ലി ലൈഫിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് എമർജൻസി ഫണ്ട് നമുക്ക് തരുന്ന ഒരു അഡ്വാൻറ്റേജ്. സോ എമർജൻസി ഫണ്ടുകൾ ഇല്ലാത്ത ആൾക്കാർ ആ ഒരു കാര്യത്തിൽ കൂടെ ഫിനാൻഷ്യൽ പ്ലാനിങ് മുമ്പിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണമെന്ന് സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന ബുക്ക് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കിയ 5 കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങളും കൂടെ ചേർത്ത് വെക്കാൻ നേരം മുഴുവൻ 9 എസൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ഓടിയെത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക. ഞാൻ ഡെയിലി നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങളെ നയിക്കാനായിട്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചെയ്തു തരുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് തേടിയെത്താനായിട്ട് സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. See you with yet another video. Bye.